ഇപ്പോൾ ഏർലി എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഇപ്പം ലോക്കൽ ഓർഡിനറി ബസ്സുകളിലും ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ കൂടെ ഈ ഫ്രീ സർവീസ് സ്ത്രീകൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ 90 കോടി രൂപ 100 കോടി രൂപയുടെ എന്തോ എക്സസ് പണമാണ് ഒരു മാസം കണ്ടെത്തേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് എക്സിസ്റ്റിംഗ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് നിലവിലുള്ള ട്രാവൽ വോളിയം അനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്. വൺസ് ഇത് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ KSRTC ആശ്രയിക്കാത്ത എത്രയോ ആൾക്കാർ വീണ്ടും അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ 2 വീലർ വേണ്ട നമുക്ക് ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ചിലപ്പോൾ 110 120 ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇത് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 5 വർഷം എക്സ്ചക്കർ ഉണ്ടാക്കുന്ന ബാധ്യത എത്രയാണ്? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓഫറെങ്കിലുമാണോ അത് സ്ത്രീകൾക്ക്? അതെന്താ എന്താ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്താ അതിൻ്റെ കാര്യം? ഒരു സ്ത്രീക്ക് 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ബസ്സിൽ പോകുമ്പോൾ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആർക്കാണോ സപ്പോർട്ട് ആവശ്യമുള്ളത് ആ കാറ്റഗറിക്ക് നിങ്ങൾ കേറ്റർ ചെയ്യുക എന്നുള്ളതിന് പകരം എല്ലാവർക്കും ഇത് കൊടുത്തതുകൊണ്ട് എന്താ കാര്യം? അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾ പലരും ഇതിനോടകം പറയുന്ന പോലെ ബെൻസും BMW ഒക്കെ വീട്ടിലുള്ള ആൾക്കാർ അത് അവിടെ ഇട്ടതിന് ശേഷം KSRTC ബസ്സിൽ ഫ്രീ ആണെന്ന് പറഞ്ഞ് പോകുന്നതുകൊണ്ട് എന്ത് തരത്തിലുള്ള സാമൂഹ്യ സേവനവും സോഷ്യലിസവും നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ തെറ്റാണ്. എവിടെയാണോ ആൾക്കാർക്ക് റിക്വയർമെൻറ്റ് അവർക്കത് കൊടുക്കാനാണെങ്കിൽ ഈ പണം ഒരേ സെറ്റ് ഓഫ് പണം കൊണ്ട് എത്ര നാൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? അല്ലേ? എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ 90 കോടി രൂപ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എല്ലാ സ്ത്രീകൾക്കും വേണമെങ്കിൽ ചിലപ്പോൾ 15 കോടി രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 20 കോടി രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മാസം ചിലവാക്കേണ്ട പൈസ കൊണ്ട് നിങ്ങൾക്ക് എത്ര മാസം ഓടിക്കാം? ആ രീതിയിൽ ചിന്തയില്ല. കാരണം അത് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ അതിനുള്ള ഒറ്റ ബ്ലാങ്കറ്റ് കോളാണ് എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ പോലും അത് പ്രഖ്യാപനത്തിന് വിരുദ്ധമായി മാറുമെന്നുള്ളതാണ് വസ്തുത. അത് പ്രഖ്യാപനത്തിനോട് നീതി പുലർത്തണമെങ്കിൽ എല്ലാ ബസ്സുകളിലും ഇത് കൊടുക്കേണ്ടി വരും. പ്രാക്ടിക്കലാണോ? അല്ല. പിന്നെ എന്തിനാ അത്തരത്തിലുള്ള പ്രഖ്യാപനം? നമ്മൾ പറഞ്ഞോ കോൺഗ്രസ്സേ നിങ്ങളിത് പറയൂ എന്നാരെങ്കിലും പറഞ്ഞു? കോൺഗ്രസ്സുകാർ തന്നെ നമ്മളോട് പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇലക്ഷനെ മത്സരിച്ചിരുന്ന കാൻഡിഡേറ്റ്സ് കോൺഗ്രസിൻ്റെ സീനിയറായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ബസ്സുകളിൽ കയറിയിട്ട് അവിടെ സ്ത്രീകളോട് ഇതിൻ്റെ ബ്രോഷേഴ്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ദാ യാത്ര മുഴുവനും നമ്മൾ വരുന്ന സമയം മുതൽ മെയ് 15 മുതൽ ഇനി ഫ്രീ എന്ന് പറഞ്ഞു. അത് പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനിഫെസ്റ്റോയിൽ ഓപ്പണിംഗ് സ്പെഷ്യൽ പേജാണ്. അതിൽ തന്നെ പറയുന്നത് സൗജന്യ യാത്ര എന്നാണ്. കണ്ടീഷൻ സപ്ലൈ ഒന്നും ഇല്ല കേട്ടോ, സ്റ്റാർ ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല. ഈ കോൺഗ്രസിന്റെ ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഇത്തരത്തിൽ അത് പ്രായോഗികമായി നോക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഒരാളിനോട് വാഗ്ദാനം പറയുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? അതല്ലെങ്കിൽ നമുക്ക് പുതിയ ധനാഗമ മാർഗങ്ങൾ വേണം. എന്താണ് എൻ്റെ കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ടോ? പുതിയ ഏതെങ്കിലും ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പുതിയ ഏതെങ്കിലും വലിയ സംരംഭങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? എന്താ ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ റവന്യൂ കൂടുന്നത്? എനിക്ക് നിലവിലുള്ള പൈസയ്ക്കകത്ത് 1 രൂപ കിട്ടുവാണെങ്കിൽ 80 പൈസയും ഞാൻ ഈ സാധനങ്ങൾക്ക്, നോൺ പ്രൊഡക്റ്റീവ് സാധനങ്ങൾക്ക് കൊടുക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ കടം വാങ്ങുന്നുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്റ്റേറ്റുകളും കടം വാങ്ങുന്നുണ്ട്, ഇന്ത്യ കടം വാങ്ങുന്നുണ്ട്, അമേരിക്ക കടം വാങ്ങുന്നുണ്ട്, എല്ലാവരും കടം വാങ്ങുന്നുണ്ട്. ഈ കടം വാങ്ങുന്നതിൻ്റെ മേജർ പോർഷൻ ഹാസ് ടു ഗോ ഇൻ ബിൽഡിംഗ് യുവർ ഇൻഫ്രാസ്ട്രക്ചർ, സംവിധാനം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമ്മുടെ ഈ റീപേയ്മെൻറ്റ് സത്യത്തിൽ പോകേണ്ടത്. ഇപ്പം ഞാനിതിനെ ഒരു പാലം ഉണ്ടാക്കുന്നു, ഞാൻ ഇതുകൊണ്ട് ഒരു വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുന്നു, മേ ബി ഒരു പാർക്ക്, ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കുന്നു. അതിനാണ് ഞാൻ ഈ പണം ചെലവഴിക്കുന്നതെങ്കിൽ വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫങ്ഷണൽ, ബിക്കംസ് ഫങ്ഷണൽ, സ്റ്റാർട്ട്സ് ഓപ്പറേറ്റിംഗ്, എന്താ ചെയ്യുക? എനിക്കിതിൽ നിന്ന് പൈസ കിട്ടും, റവന്യൂ കിട്ടും. പക്ഷേ ഞാൻ ആർക്കെങ്കിലും പെൻഷൻ കൊടുത്തുകൊണ്ട് എന്താ എനിക്ക് കിട്ടുന്നത്? ഞാൻ ആൾക്കാർക്ക് കൊണ്ടുവന്ന് ശമ്പളം കൊടുത്താൽ എന്താ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി എടുത്തിരിക്കുന്ന വായ്പയുടെ പലിശ ഞാൻ തിരിച്ചടച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? അപ്പോൾ എനിക്ക് ഈ കിട്ടുന്ന പൈസ, ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഈസ് ഡെഡ് മണി. എനിക്കതിൽ നിന്ന് വേണ്ട ഒന്നും ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കടമെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കത്തില്ല, അവരെടുക്കത്തില്ലെന്ന് വെച്ചാൽ ഉണ്ട്. അവരതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവരതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവരതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭത്തിൽ നിന്ന് അവർ ഒരു വിഹിതം മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, മൊത്തത്തിലുള്ള എക്സ്ചക്കറിലേക്ക് പോകുന്നു, ഇതിൻ്റെ റീപേയ്മെൻറ്റിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നടക്കുന്നത്. അല്ല നമ്മളും എല്ലാവരും കടം മേടിക്കുന്നു, നമ്മളും കടം മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ ഭാഗമായി തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ റിട്ടേൺ ഇല്ലാത്തതാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് കരുതി ഒരു ഗവൺമെന്റിന് ക്ഷേമ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ.
ഇതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് സാലറിയേക്കാൾ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നിർത്തലാക്കാനോ അതിനൊന്നും കുറയ്ക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം വി ഡി സതീശൻ പറയുന്നത് പോലെ ഒരു വർഷം കൂടി ഏജ് കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കുന്നത് ഒരു വർഷം വൈകിപ്പിക്കാവുന്നേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നത് ഡെഡ് മണിയാണ്. പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇല്ല, ചില കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബസ് സർവീസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ഒരു താരതമ്യേന റിമോട്ട് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മറ്റ് വലിയ ലാർജർ സിറ്റീസിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ്, ഒരു റിമോട്ട് വില്ലേജ്, അവിടെ ഒരു സ്കൂള് അല്ലെങ്കിൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഇതൊക്കെ റൺ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കും. പക്ഷേ ഇന്ന് എഴുതിയത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, അവിടെയുള്ള ആൾക്കാർക്കും അസുഖം ഉണ്ടെങ്കിൽ പോകാനായിട്ടൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണം, അവിടെയുള്ള ആൾക്കാർക്കും ഗതാഗത സംവിധാനം വേണം. അത് സർക്കാർ കൊടുത്തേ മതിയാകും. അത് ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള നമുക്ക് ഡേ ടു ഡേ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ മറ്റ് പല പ്രഖ്യാപനങ്ങളും ഓൺ ടോപ്പ് ഓഫ് ഇറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റേ ഈ റേവഡി കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് BJP-ക്കാർ പറയുന്ന പോലത്തെ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ്, ആ രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്സ്, ആ രീതിയിലത്തേക്കുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് എക്സ്ചക്കറിനുണ്ടാക്കുന്ന ഭാരം എത്രയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ബസ് സൗകര്യം വളരെ കുറവുള്ള സ്ഥലം ഉള്ളതും കൂടെ നിർത്തലാക്കുക എന്ന് പറയുന്നത് പോലെയല്ല, അത് ദ്രോഹമാണ്. എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇത് നെസസിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മറ്റേത് നെസസിറ്റി ആണ്, അത് ചെയ്തേ പറ്റൂ. ഇത് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഹരീഷ് പറഞ്ഞ അതേ സാധനം, അതായത് ഇത് കുറച്ച് ലാഭത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തണം. അപ്പോൾ ആൾക്കാർക്ക് എക്സ്ട്രാ ഒരു വർഷത്തെ സർവീസ് വല്ലതും കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ബാധ്യത കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒരു വർഷവും ഇവർക്ക് ശമ്പളം കൊടുക്കണം, പിന്നീടാണ് അവരുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു നല്ല ട്രേഡ് ഓഫ് ആണെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ സിസ്റ്റത്തിന് പുറത്ത് ജോലിക്ക് വേണ്ടി നിൽക്കുന്ന വേറെ കുറേ ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാർ എന്തായിരിക്കും പറയുക, അതൊക്കെ യുവാക്കളെ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ PSC ലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പയർ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയർ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ ഇതിനെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യും? ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമ്മൾ ഈ കൺവെൻഷണൽ മാർഗ്ഗങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്കല്ലാതെ പണം ഒപ്പിക്കാനായിട്ട് ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് എന്താണ് മാർഗം? ഇവിടെ എന്തെങ്കിലും ഡെഡ് അസറ്റ് ഉണ്ടോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ആ കാര്യങ്ങൾ നോക്കിയിട്ട് കൊണ്ടുവന്നെങ്കിലല്ലാതെ ഈ സംവിധാനം ഓടില്ല. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള പൊതുകടം 5 ലക്ഷം എന്ന് പറയുന്നതിനെ 5 ലക്ഷം കോടി എന്ന് പറയുന്നതിനെ 7 ലക്ഷം കോടി രൂപയാക്കിയിട്ട് പോവുക എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ഭരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് 3 ടൈപ്പ് ഓഫ് ബോറോയിങ്സ് റിസർവ് ബാങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതിൽ WMA ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റും ഉണ്ട്. കഴിഞ്ഞ വർഷം 2025 സ്റ്റേറ്റ് ഓടിയിരിക്കുന്നതിൽ ഏതാണ്ട് 200 ചില്ലുവാനം ദിവസങ്ങൾ ഓടിയിരിക്കുന്നത് മുഴുവനും WMA എക്സ്പെൻസസിലും ബോറോയിങ്സിലും, 84 ദിവസം എന്തോ ഓടിയിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റിലുമാണ്. എന്ന് വെച്ചാൽ കടത്തിൽ ഓടുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിലാണ്. എവിടെയൊക്കെ പുതിയതായിട്ട് പൈസ വരുന്നത്? ഇപ്പം സർക്കാർ മാറി എന്ന് കരുതിയിട്ട് പൈസ പുതുതായിട്ട് വരുന്നില്ല, തല മാറുന്നേ ഉള്ളൂ. ഈ സംവിധാനം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒക്കെ GST കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം, മറ്റേത് മറിച്ചതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള പൈസ അപ്പോഴും ഇല്ല. അതെവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളത് ധവളപത്രം ഇറക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിത്ത് ഓർ വിത്തൗട്ട് ദ ധവളപത്രം യു ന്യൂ വി ഡിഡ് നോട്ട് ഹാവ് ഫണ്ട്സ്. അപ്പൊ ഇതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഹെൽത്ത് മേഖലയിൽ, KSRTC മേഖലയിൽ, ജലഗതാഗത മേഖലയിലൊക്കെ പ്രൈവറ്റ് നിക്ഷേപങ്ങളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു മാർഗമായിട്ട് കരുതുന്നുണ്ടോ? അത് മതിയോ? ഞാനിപ്പോൾ കരുതുന്ന ഒരു കാര്യം, ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോഴും സ്റ്റിൽ നമ്മളതിനെ വേണ്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ എവിടെയൊക്കെയോ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവിടുത്തെ ഡെഫിഷ്യൻസീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ന രീതിയിൽ ഇത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അത് പ്രൈവറ്റ് എൻറ്റിറ്റീസിനാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക, സർക്കാർ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ചെയ്യുക, പൈസ കിട്ടുന്നതാണെങ്കിൽ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഇത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടിയിൽ ഇത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ
ഒരു 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തമ്മിൽ വളരെ ചെറിയ ഡിസ്റ്റൻസും സമയവും മാത്രം കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിലത്തേക്കല്ല ടൂറിസം പോകേണ്ടത്. അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. അതിന് നമ്മൾ എന്ത് പേര് വിളിച്ചാലും, മെഡിക്കൽ ടൂറിസം എന്ന് വിളിച്ചാലും വേറൊരു ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് വിളിച്ചു കഴിഞ്ഞാലും എന്താണെന്നുണ്ടെങ്കിലും നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ഒരു മേഖല കൊണ്ട് മാത്രം പറ്റില്ല. നമ്മളിപ്പോൾ പറയും വലിയ ടൈപ്പ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഇവിടെ പറ്റില്ല. ഓക്കെ, എന്നാൽ പിന്നെ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ പറ്റും? ഇപ്പോൾ സെമി കണ്ടക്ടറിന് പറ്റുമോ? വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് പറ്റുമോ? നമ്മൾ ഉള്ള കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കപ്പാസിറ്റി സ്പേസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് IT-ക്ക് പറ്റുമോ? എവിടെ എന്തിനാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതല്ല നമ്മളിങ്ങനെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലല്ലോ. എന്ത് പറ്റും എന്നുള്ളതിനെ പറ്റി പറയണം. നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്ന കാര്യങ്ങൾ വേണം. നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം പ്രോഫിറ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പുതിയ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പണം കണ്ടെത്താൻ നോക്കണം. സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ ഈ പൊളിറ്റിക്കലി ഇലക്ഷന് വരുന്ന സമയത്ത് ഈ മാനിഫെസ്റ്റോ വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാനിഫെസ്റ്റോയിൽ എന്തും പറഞ്ഞുകൂടെ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ പറയാം, എല്ലാ വീട്ടിലും ഓരോ ഹെലിപാഡ് നിർമ്മിച്ച് തരും എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, എനിക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഞാനിത് പറയുന്നത് എനിക്ക് നടപ്പാക്കേണ്ടതിൻ്റെ ഒരു ബാധ്യതയില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ അക്കൗണ്ടബിലിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് പണത്തിൻ്റെ സ്ട്രക്ചർ കാണിക്കുക. ഈ ഒരു പദ്ധതി ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് കണ്ടെത്തേണ്ടത് പണം ഇത്രയാണ്, ഈ പണം ഞാൻ ഇങ്ങനെയാണ് കണ്ടെത്തുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും 3 മേജർ രാഷ്ട്രീയ പാർട്ടികളുടെയും മാനിഫെസ്റ്റോ ഒറ്റ പേജേ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്നാണ് ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടിക്കുള്ള പണം കണ്ടെത്തുന്നത്? ഒരു മാസത്തെ ചെലവ് ഇത്രയാണ്, ഞാൻ ഇന്ന രീതിയിൽ പണം കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി അനുസരിച്ച് ഇത്രയാണ് എൻ്റെ റവന്യൂ, ഇത്രയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ, എനിക്ക് ഇത്രയാണ് നീക്കിയിരിപ്പില്ല, കടമെടുക്കുകയാണ്, ഞാൻ ഈ പണം ഇതിന് കൊണ്ടുവരും. അപ്പോൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കറിയാം ഇത് നടപടിയല്ല. ഇവിടുത്തെ ഒരു വലിയ ഗുണം ആൾക്കാർക്കുള്ളത് ആരെ എന്തും പറഞ്ഞിട്ട് കജോൾ ചെയ്തിട്ട് കയ്യിലെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹെലിപ്പാഡ് വേണം തരാം, എല്ലാവർക്കും വേണമെങ്കിൽ ഒരു F-16 തരാം, കയ്യിൽ വെച്ചു. ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. എന്താ നടപ്പാക്കുന്നത്? ഇവിടെ അത്രയും വലിയ ക്ലെയിം അല്ലാത്തതുകൊണ്ടായിരുന്നല്ലോ വീട്ടമ്മമാർക്ക് മൊബൈൽ ഫോൺ, എല്ലാ വീട്ടമ്മമാർക്കും മൊബൈൽ ഫോൺ, എല്ലാ വീടുകളിലും ഒരു ലാപ്ടോപ്പ്. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ? എവിടെയെങ്കിലും വന്നു? എല്ലാ വീട്ടിലും മറ്റേ K-ഫോൺ വരുമെന്ന് പറഞ്ഞ് എവിടെ വന്നു? ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ കളിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതിന് 100 കൂട്ടം ന്യായവും പറയാൻ പറ്റും. അങ്ങനെ നമ്മളിതെല്ലാം കേട്ട് കബളിപ്പിക്കപ്പെടാനായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ടോൾ ക്ലെയിംസ് പറഞ്ഞില്ലെങ്കിൽ ഇത്തവണ അധികാരം ഒരുപക്ഷെ കിട്ടുമായിരുന്നു. അത് നിയർ സർട്ടൻ ആയിരുന്നു. ഇതിപ്പോൾ വെറുതെ ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ചെന്ന് ചാടുന്ന അവസ്ഥ കോൺഗ്രസിന് വരിക. ഇത് ഇപ്പോൾ ആളുകൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ നമ്മളൊരു വാഗ്ദാനം നടത്തുമ്പോൾ ആ വാഗ്ദാനത്തിന്റെ ഫണ്ടിങ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ പറ്റണം, ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റണം. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഫണ്ട് എവിടെ, ഇതെങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നു ചോദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങൾ മൊത്തം പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് അതിന്റെ അവന്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ആറന്മുള മണ്ഡലം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും കോൺഗ്രസിന്റെ അബിൻ വർക്കിയും പിന്നെ BJPക്ക് കുമ്മനം രാജശേഖരൻ. അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രസ് ഇൻട്രാക്ഷൻ, ഈ ആൾക്കാരെല്ലാം കൂടി ഉണ്ടായിരുന്ന ഒരു ഇൻട്രാക്ഷനിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അബിൻ വർക്കി സംസാരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അത് എത്രത്തോളം ഒരു പക്ഷേ അബിൻ്റെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് നമ്മൾ US മോഡലിൽ, നമുക്കിവിടെ വേണ്ടത് US മോഡലുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സ് ഇല്ല. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് വന്നിട്ട് ഓരോ വിഷയം എടുത്തതിന് ശേഷം സംസാരിക്കണം. അതേപോലെ ഒരു സംസാരിക്കുന്ന ഒരു വെന്യൂ ഉണ്ടാവുകയും ആൾക്കാർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോൾ ക്ലെയിംസ് മുഴുവൻ അവിടെ വീഴും. അവിടെ വന്ന് കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി, ഓക്കെ, നിങ്ങളുടെ ഈ 5 ഗ്യാരണ്ടി, ഈ ഗ്യാരണ്ടി സ്റ്റേറ്റ് എക്സ്ചക്കറിനുണ്ടാക്കുന്ന അധിക ബാധ്യത എത്ര, ആ അധിക ബാധ്യത നിങ്ങൾ എങ്ങനെ കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞു. അവിടെ വെച്ച് പരിപാടി തീർന്നു. നമ്മളിവിടെ സത്യത്തിൽ ഇത് നടപ്പാക്കാൻ പോയത് എങ്ങനെയാണെന്നറിയാം. KSRTCയിലെ സൗജന്യമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം KSRTC ഈ പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇൻറ്റേർണലി അവർ ഈ എക്സ്പെൻസ് എത്രയാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം പിന്നീട് തുടങ്ങി. അതായത് ഇത് നടപ്പാക്കേണ്ടി വന്നാൽ എന്താണ് ഇതിൻ്റെ ബാധ്യത, അറിയാതെ എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് കണക്കെടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് മറ്റേ ഈ സാധനം എഴുതി വിടുന്നത്, ഗ്യാരണ്ടി എഴുതി വിടുന്നത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത്തരം റെസ്പോൺസിബിലിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ലല്ലോ.
മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല, BJPക്ക് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല. പിന്നെ ആരെ കൊണ്ടുവന്ന് നമ്മൾ ചർച്ച നടത്തും? അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പാർട്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ അല്ലെങ്കിൽ 1-2 റെപ്രസെൻറ്റേറ്റീവ്സിന് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ പബ്ലിക്ലി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിസ്കഷൻസിന് വരിക എന്ന് പറഞ്ഞാൽ ഈ പരിപാടി മുഴുവൻ അപ്പോൾ പൊളിയുന്നേ. നമ്മുടെ മീഡിയകളൊക്കെ ഇത്തരം ചർച്ചകൾ മീഡിയ സാധാരണ എന്താ ചെയ്യുക? അവർ പൊളിറ്റിക്കൽ ടോപ്പിക്സിലാണ് അവർക്ക് താല്പര്യം. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലുള്ള എല്ലാ മീഡിയയും ഈവൻ യൂട്യൂബേഴ്സും നമ്മുടെ നാട്ടിൽ ഈ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിൻ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് ഹരീഷ് ഒന്ന് ആലോചിച്ച് നോക്കി. SDPI, ജമാഅത്തെ ഇസ്ലാമി, വെള്ളാപ്പള്ളി നടേശൻ. അതായത് നമുക്ക് ഈ മറ്റേ ഈ വികസനം, പൈസ ഇതെങ്ങനെ ഓടിക്കും അതിലേക്കൊന്നും ചോദ്യമില്ല. എനിക്കൊന്ന് ഏതോ ഒരു ബ്ലോഗ് എന്തോ ആണ്, വീഡിയോ ഇൻ്റർവ്യൂ ബ്ലോഗാണ് ഞാൻ കണ്ട, അതിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നു. ബാക്കി ഒന്നിലുമില്ല. അത് ഈ മാനിഫെസ്റ്റോ എടുത്ത് വെച്ചിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് കണ്ടത്. അത് എല്ലാം ആക്യുറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു അറ്റംപ്റ്റ് പോലും ഞാൻ കണ്ടിരിക്കുന്ന ഒരൊറ്റ ഒരു യൂട്യൂബറുടെ ബ്ലോഗിലാണ്. വേറെ എങ്ങുമില്ല. ആ ഒരു പോഡ്കാസ്റ്റിന് ഒഴുകിക്കഴിഞ്ഞാൽ വേറെ ഒന്നിലും അതില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് നേടുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞത് ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം വേണം, പക്ഷേ ഇത് മാത്രമല്ല വേണ്ടത്. നിങ്ങളുടെ പ്രഖ്യാപനം. അപ്പോൾ അതിനകത്തിൽ നിങ്ങൾ എന്താണ് ആൾക്കാരുടെ മുന്നിലേക്ക് വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അങ്ങ് പുളകിതരാവും. കൊള്ളാം, എന്നാൽ ഇതിന് എവിടെ ചേട്ടാ പൈസ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ കയ്യിലില്ല. ആ ചോദ്യം ഇല്ലാത്തത് കൊണ്ട്, ആ ചോദ്യം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് എന്ത് വേണമെങ്കിലും തള്ളാം, എല്ലാവർക്കും തള്ളാം. ആശാപ്രവർത്തകർക്ക് അത്ര, മറ്റവർക്ക് ഇത്ര, ആർക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ആശാ വർക്കേഴ്സിനോടുള്ള ഗ്യാരണ്ടി എന്തായിരുന്നു? നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിക്കപ്പെടും, നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും. എന്തായിരുന്നു വാഗ്ദാനം? മാനിഫെസ്റ്റോ എടുത്ത് നോക്ക്. ഒരു ദിവസം മിനിമം 700 രൂപ കൂലി, 21,000 രൂപ. അപ്പോൾ കൊടുത്ത എത്രയാണ്? 3,000 രൂപ ഒരു മാസം എന്ന് വെച്ചാൽ പെർ ഡേ 100 രൂപ. ഇപ്പോൾ അവർക്ക് കിട്ടുന്നത് പെർ ഡേ 400 രൂപ. ഡിഫറൻസ് 300 രൂപ പെർ ഡേ. എന്നിട്ട് വാഗ്ദാനം നടപ്പാക്കിയോ? അപ്പോൾ അത് ചോദിച്ചാൽ വേണമെങ്കിൽ ഇനി ഇവർ പറയും 5 വർഷത്തേക്കാണല്ലോ ഈ മാനിഫെസ്റ്റോ. ഓ ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5ാമത്തെ കൊല്ലം 700 രൂപ പെർ ഡേ കൊടുത്താൽ മതിയോ? അതിനായിരുന്നു അവർ 5 കൊല്ലം മുമ്പ് ഇപ്പോൾ സമരം ചെയ്തു. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 21,000 രൂപ വേണമെന്നല്ലല്ലോ അവരുടെ സമരത്തിൻ്റെ ഡിമാൻഡ്. ഇവിടെ നടന്ന ഒരൊറ്റ കാര്യം, മനുഷ്യത്വപരമായി അവരുടെ കാര്യത്തിനെ അവരോട് സമീപിച്ച് സംസാരിച്ചു എന്നുള്ളതാണ്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരാജയം തന്നെയായിരുന്നു. അവർ മനുഷ്യത്വപരമായിട്ട് സംസാരിച്ചില്ല. ഇവരെ ശത്രുക്കളെ പോലെ കണ്ടു. ഇവർക്കെതിരെ ലേഖനങ്ങൾ എഴുതി, ഇവർക്കെതിരെ സംസാരിക്കാൻ ചാനലിലേക്ക് ആൾക്കാരെ അയച്ചു. അതിന് പകരം അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരു മന്ത്രി എവിടെ ചെന്നിട്ട് അടുത്ത ബജറ്റ് വരുമ്പോൾ പരിഗണിക്കാൻ കേട്ടോ, വ്യത്യാസമൊക്കെ വരുത്താം, ഇപ്പോൾ ക്യാഷിൻ്റെ ക്ലഞ്ചുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തിയിട്ട് പോകണം, പരിഗണിക്കാം. ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവരെപ്പോഴേ പോയേനെ. ഇപ്പോഴും പറയുന്നതല്ലേ, നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, ഇപ്പോൾ ഞങ്ങൾ 3,000 രൂപ പെർ മന്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അവർക്ക് എതിർപ്പില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ചെയ്തോളും എന്നാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. മറ്റവർക്ക് മനുഷ്യരോട് ഇടപെടാൻ അറിയത്തില്ലായിരുന്നു. അവർ മന്ത്രിമാരെ കാണാൻ ചെല്ലുന്ന സമയത്ത് മന്ത്രിമാർ തയ്യാറായില്ല എന്ന രീതിയിലത്തെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനോട് മനുഷ്യൻ്റെ കൺസേൺ ജെനുവിനാണ് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്കത് കേൾക്കണം. ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ്, ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാണ്. അപ്പോൾ ഇയാളെ കൂടി ഞാൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. അയാളുടെ ആവശ്യം ലെജിറ്റിമേറ്റ് ആയിക്കോട്ടെ, അനാവശ്യമായിക്കോട്ടെ, പക്ഷേ അയാളുടെ ആ ഡിമാൻഡ് കേൾക്കാനായിട്ട് ഞാൻ ശ്രമിക്കണമെന്ന രീതിയിലത്തെ കൂടെ ഒരു മനുഷ്യത്വമുണ്ട്. സത്യം പറഞ്ഞാൽ ആ മനുഷ്യത്വം ഇല്ലായ്മ കൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിനെ ആൾക്കാർ പുറത്തെടുത്തെറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു മെജോറിറ്റി ജയം UDFന് കിട്ടും. അതിന് തക്ക എന്തെങ്കിലും കാര്യം UDF ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്നത്, ഇലക്ഷൻ ഒരു 4-5 മാസം മുമ്പ് വരെയുള്ള ചാനൽ ചർച്ചകളിൽ മറ്റു പല വിഷയങ്ങളുണ്ടല്ലോ, ആ സമയത്തും ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആളാണ് ഞാൻ. കാരണം എന്താ, ഈ CPMൻ്റെ ഭരണകാലത്ത് കുറേയധികം കാര്യങ്ങൾ തെറ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ കറക്റ്റായിട്ട് പ്രതിരോധിക്കാനോ ഹൈലൈറ്റ് ചെയ്യാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പ്രതിപക്ഷം എവിടെ എന്ന് ചോദിച്ചിരുന്ന ആൾക്കാരാണ് നമ്മൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, മനോഹരമായ പ്രതിപക്ഷമായിരുന്നു. ഒന്നുമല്ല. ഈ ആശാസമരം നടക്കുന്ന സമയത്ത് ഇതേപോലെ അവരോട് വാഗ്ദാനം കൊടുത്തു എന്നുള്ളതല്ലാതെ ആ സമരത്തിനെ നമ്മുടെ സമരമായിട്ട് ഏറ്റെടുത്തിട്ട് പ്രതിപക്ഷം നിന്നിട്ടുണ്ടോ? ഇല്ല. മുനമ്പം വിഷയം ആൾക്കാരുടെ പ്രശ്നം ഉണ്ടായി.
എന്ത് സമീപനമാണ് ചെയ്തത്? ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇവിടുന്ന് സംയുക്തമായിട്ട് പ്രസ്താവന പാസ്സാക്കി അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. ഞാൻ പറഞ്ഞു എവിടെയാണ് ആൾക്കാർ ഇടപെട്ടത്? ഏത് വിഷയത്തിലാണ് ഇടപെട്ടത്? ശബരിമല വിഷയത്തിൽ എന്തായിരുന്നു? ശബരിമല വിഷയത്തിൽ ആരോ പാട്ടുണ്ടാക്കി, സ്വർണം കട്ടവരാരപ്പ എന്ന് പറഞ്ഞ് ആ പാട്ട് ഇവരും പാടി എന്നതിനപ്പുറത്തേക്ക് ഇവരെന്താ ചെയ്തത്? അന്വേഷണത്തിലേക്ക് സോണിയാഗാന്ധി വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പല ആൾക്കാരും വലിച്ചുരുട്ടി ഓടിയത് നമ്മൾ കണ്ടല്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യമായ ഇടപെടലും ഉണ്ടായിട്ടൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സ്റ്റണ്ണിങ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇതെല്ലാം ഒരു പെർസ്പെക്റ്റീവ് ക്രിയേഷനാണ്. എനിക്ക് ആ ഒരു പെർസെപ്ഷനായി. എന്നെ ഇന്ന പെർസ്പെക്റ്റീവിൽ കൂടി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ എൻ്റെ പെർസെപ്ഷൻ മാറി. അപ്പം ഞാൻ ചിന്തിക്കും, ഓ ഭയങ്കരമായിരുന്നു. ഒന്നുമില്ല. അപ്പം ഇതെല്ലാം ഈ വെറുതെ വായിൽ കിടക്കുന്ന നാക്കിനെ എങ്ങനെ വേണമെങ്കിലും കറക്കാം എന്നതുകൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന വാഗ്ദാനം, സീറോ അക്കൗണ്ടബിലിറ്റി, ചോദ്യങ്ങളില്ല, മീഡിയയ്ക്കും അതിൽ താല്പര്യമില്ല. അതുകൊണ്ട് ആൾക്കാർക്കൊരു ഫെയർ ഫ്രീ റൺ കിട്ടും. അത്രയും. ഈ നമ്മൾ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പിണറായി വിജയൻ എന്നുള്ളൊരു മുഖ്യമന്ത്രി എങ്ങനെയാണ് കാണുന്നത്? ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല. വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം കർക്കശക്കാരനാണ്, മീഡിയയെ പുറത്തു പോകാൻ പറയുന്ന ആളാണ്. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മോശം മുഖ്യമന്ത്രി ആയിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല സ്റ്റാൻഡിംഗ് ഉള്ള നേതാവാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ എസ്പെഷ്യലി കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമായിരുന്നു. കാരണം നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാണ് നമ്മൾ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയൊക്കെ ഉണ്ടാവേണ്ടത്. അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന പല കാര്യങ്ങളും ലംഘിക്കപ്പെട്ടു. ഉദാഹരണത്തിന് രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്കിൻ്റെ ഡെഫിനേഷൻ പോലും മാറുന്ന രീതിയിലത്തേക്ക് കുറേയധികം ആൾക്കാർ ചേർന്നിട്ട് ആൾക്കൂട്ടം ഒരാളിനെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചിട്ട് അതിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഞാൻ കരുതുന്നത് അതൊരു മുഖ്യമന്ത്രി ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. തെറ്റാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റാണ്. അതിന് പകരം പൂച്ചട്ടിയും ഹെൽമറ്റും എടുത്തിട്ട് ഒരാളിൻ്റെ തലക്കടിക്കുമ്പോൾ അയാൾ ആ ബസ്സിൻ്റെ അടിയിൽ വീഴാതിരിക്കാൻ അയാളെ രക്ഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടാൻ പോകുന്ന, ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരെല്ലാം നമ്മൾ എടുത്തിട്ട് അടിക്കുകയാണോ ചെയ്യുന്നത്? പിടിച്ചു വലിച്ചു മാറ്റി അവിടെ നിർത്തും അല്ലേ? അതല്ലാതെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ? എന്നിട്ടോ ഒരു ഡോഗ് വിസിൽ പോലെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കേസുണ്ടല്ലോ, ആലപ്പുഴയിൽ ഇപ്പോൾ MLA ആയിട്ടുള്ള AD തോമസിനെ ഉൾപ്പെടെ ഈ പോലീസ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി വന്ന് തല്ലുന്ന സിറ്റുവേഷൻ ഉണ്ടായത് പോലും ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സാധനത്തിനെ ലെജിറ്റിമൈസ് ചെയ്യുകയും ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ബാക്കിൽ വണ്ടിയിൽ വരുന്ന മുഖ്യമന്ത്രിയുടെ ശരീരത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള അംഗരക്ഷകൻ അയാളുടെ അത്രയും നീളമുള്ള ഒരു വടിയും കൊണ്ടുവരിക. നമ്മൾ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ വടിയായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ വടി ഈ ചേട്ടൻ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അതിനർത്ഥം എന്താ? ഇത് നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്നതാണ്. ഇന്ന് ഞാൻ 2 അടി അടിച്ചിട്ടേ ഉള്ളൂ എന്ന മട്ടിൽ കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നു, വണ്ടി പോയി. മുഖ്യമന്ത്രിക്ക് ത്രട്ട് ഉണ്ടെങ്കിലാണ് അംഗരക്ഷകർ ഇടപെടേണ്ടത്. ത്രട്ടില്ല, കല്ലെറിഞ്ഞിട്ടില്ല, ആയുധങ്ങൾ ഇവരുടെ കയ്യിലില്ല, വണ്ടി അതിൻ്റെ പാട്ടിന് പോയി. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പോലുമില്ല, വണ്ടി അതിൻ്റെ പാട്ടിന് പോയി. വണ്ടി പോയി കഴിഞ്ഞപ്പോൾ സുരക്ഷാ ചുമതലയുള്ള ആൾ കൂടെ പോവുക വേണ്ടത്. പക്ഷേ അയാൾ പിന്നാലെ വരുന്ന വണ്ടി ചവിട്ടിയിട്ട് അവിടുന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയിട്ട് ഈ കയ്യിലുള്ള വടി വെച്ചിട്ട് പട്ടാന്നും പറഞ്ഞിട്ട് ആൾക്കാരെ തല്ലുകയാണ്. ഞാൻ പറഞ്ഞത് എന്താ ഇതിൻ്റെ കാര്യം? ക്രമസമാധാന പാലനത്തിലെ പ്രശ്നമാണെങ്കിൽ അവിടെ നോക്കാൻ പോലീസുണ്ട് വഴിയരികൾ. പ്രതിഷേധം ഏതെങ്കിലും രീതിയിലത്തേക്ക് വഴിവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ ഇടപെടേണ്ടത് പോലീസാണ്. അംഗരക്ഷകൻ ചേട്ടൻ എന്താ ഇതിനകത്ത് കാര്യം? അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് എന്താ? അതിനേതെങ്കിലും സമയത്ത് തെറ്റാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പിണറായി വിജയനോട് ചോദിച്ചു നോക്ക്, തെറ്റാണെന്ന് പറയൂ? ഇല്ല. ഞാൻ പറഞ്ഞത് ആൾക്കാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടുന്ന പ്രാഥമിക ചുമതലയുള്ള സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ നാട്ടുകാരെ തല്ലിച്ചതയ്ക്കുക എന്നിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നല്ല ഭരണാധികാരിയല്ല, വളരെ മോശം ഭരണാധികാരിയാണ്. ആ ഒരു പ്രസ്താവന കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മോശം മുഖ്യമന്ത്രി എന്നൊരു കാറ്റഗറിയിലേക്ക് അദ്ദേഹത്തിനെ പറയും. അതല്ലാതെ വേറെ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. വെൽഫെയർ സ്കീംസ് കൊടുത്തിട്ടുണ്ടാവും, ഫ്രീ കിറ്റ് ആൾക്കാർക്ക് കോവിഡിൻ്റെ സമയത്ത് ജോലി പോലും ഇല്ലാതിരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടാവും, പാർട്ടിയുടെ കാർക്കശ്യമുള്ള ഒരാളെന്ന രീതിയിലത്തേക്ക് റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടാകും, തീരുമാനങ്ങൾ എടുത്താൽ നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഉണ്ടാകും. ഇതൊക്കെ ഒരാളിൻ്റെ ക്വാളിറ്റീസാണ്. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന കസേരയ്ക്കൊരു പദവിയുണ്ട്. ആ കസേര കൊണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടുന്ന സംരക്ഷണം ഉറപ്പുവരുത്തിയോ? ഇല്ല. ഈ ബന്ധുത്വം വഴിയാണ് മറ്റേ CMRൻ്റെ ഡീല് കിട്ടിയത് എന്നുള്ള ആരോപണം, ആ ആരോപണത്തിൻ്റെ കറയിൽ നിന്ന് മാറാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ സേവനം എന്നതാണെന്നും പറഞ്ഞ് കാണിക്കത്തില്ലായിരുന്നു. കാണിക്കാൻ സേവനമില്ല. അപ്പോൾ
യാതൊരു വിധത്തിലുള്ള IT കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത, മാർക്കറ്റിംഗ് സർവീസ് കൊടുത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നൊരു കോൺട്രാക്റ്റ് എങ്ങനെ കിട്ടും? എനിക്കുമില്ല. ഞാനിപ്പോൾ നാളെ ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ എനിക്കും ഈ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് കിട്ടും? ഇല്ല, എനിക്ക് കിട്ടത്തില്ല. എങ്ങനെ കിട്ടത്തില്ല? എന്തുകൊണ്ട് അവിടെ കിട്ടി? സർവീസ് കൊടുക്കാതെ മാസം 8 ലക്ഷം രൂപ എങ്ങനെ കിട്ടി? എനിക്ക് കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. എനിക്ക് കിട്ടാതെ വേറൊരാൾക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കണം. ഓക്കെ, IT കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഉണ്ടോ? ഇല്ല. മാർക്കറ്റിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട്, എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. അവർക്കതുണ്ടായിരിക്കും. ഉണ്ടോ? ഇല്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ മകനല്ല, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇതാണ് ഇതിനകത്തിലെ ഡിഫറൻസ് എന്ന രീതിയിലത്തേക്കുള്ള സംശയം ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്കുള്ളത് കൊണ്ടാണ് ആ കേസ് വന്നിരിക്കുന്നത്. എന്നാൽ അതല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കഴിയുന്നില്ല. അവിടെ വന്നിട്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞിട്ട് മറ്റേ അസംബ്ലി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ട്? അതല്ലല്ലോ ചോദ്യം. എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് കിട്ടിയിരുന്ന പണം ഉപയോഗിച്ച് മകൾ ഈ കമ്പനി തുടങ്ങി എന്ന് പറഞ്ഞു. എന്നിട്ട് SFI ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ശശിധരൻ കർത്തായുടെ എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. അത് ഈ പെൻഷൻ കാശ് അല്ലല്ലോ ചേട്ടാ, നിങ്ങൾ പറഞ്ഞ പൈസ അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്. എന്നിട്ടോ ഇതിന് തിരിച്ചടവ് കൊടുത്തിരിക്കുന്നത് എവിടുന്ന? ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും മറ്റേ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പൈസ. എന്ന് വെച്ചാൽ CMRൽ നിന്ന് സേവനം ചെയ്യാതെ എല്ലാ മാസവും 8 ലക്ഷം രൂപ വീതം ഇവിടെ കിട്ടുന്നു. എന്നിട്ട് ആ പൈസയിൽ നിന്ന് CMRലിൻ്റെ തന്നെ ശശിധരൻ കർത്തായുടെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോൺ അടച്ചു തീർക്കുന്നു. സൈഫൺ ഓഫ് എന്ന് പറയുന്നതിനല്ലേ? EDയുടെ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണം സൈഫൺ ഓഫ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലേ? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് പണം സേവനം കൊടുക്കാതെ റീറൂട്ട് ചെയ്ത് അതേ ആൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന വേറൊരു കമ്പനിയിലേക്ക് തിരിച്ച് പൈസ ചെല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഫണിങ് ഓഫ്. അതാണല്ലോ EDയുടെ ലാംഗ്വേജ്. അതുകൊണ്ടാണല്ലോ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആ സംശയത്തിന് നിലയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്നവരെ പറയരുതെന്നൊക്കെ മാത്യു കുഴൽനാടനോട് പറയും. കുഴൽനാടൻ്റെ പ്രോപ്പർട്ടി അളക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിടും. പക്ഷേ ഈ സാധനം എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാലോ, എന്ത് സേവനമാണ് കൊടുത്തതെന്ന് ചോദിച്ചാലോ, എന്ത് സേവനമാണ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ വീണ വിജയൻ പറയുന്നുണ്ടല്ലോ, SFIയുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ, അവരെ ചോദ്യം ചെയ്തപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ അവർ പറഞ്ഞു? ഒരു ഡിജിറ്റൽ എവിഡൻസും ഇല്ല, മീറ്റിംഗ്സ് എല്ലാം നേരിട്ടാണ് നടത്തിയിരുന്നത്, അതുകൊണ്ട് ഒന്നിനും റെക്കോർഡ്സ് ഇല്ല. അതെന്ത് കമ്പനി? 20 വർഷമായിട്ട് IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ ജോലി ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനിയുമായി ബന്ധപ്പെട്ട് രേഖകളുണ്ടാവില്ല. ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുമായി ബന്ധപ്പെട്ട് രേഖയുണ്ടാവില്ല. ഇത് ഒരു ERP സോഫ്റ്റ്വെയർ വേണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ട് അതിൻ്റെ എവിഡൻസ് പോലും ഇല്ലെന്ന്. പിന്നെന്താ ചെയ്യുന്നത്? നിങ്ങൾ കോഡ് എഴുതുന്നതെല്ലാം പേപ്പറിൽ എഴുതുവാണോ? സിസ്റ്റത്തിലല്ലേ? നിങ്ങൾ നടത്തിയിരിക്കുന്ന ഇമെയിൽ കറസ്പോണ്ടൻസ് മുഴുവനും പൈസ വേണം എന്നുള്ളത് മാത്രമാണ്, വേറൊന്നുമില്ല. അതെന്ത് തരം കമ്പനിയാണ്? അതെന്ത് തരം സേവനമാണ്? ആ ചോദ്യം ചോദിക്കത്തില്ലേ? ആ സമയത്ത് സിനിമ ഡയലോഗ് അടിച്ചിട്ട് കാര്യമുണ്ട്? ഞാൻ പറഞ്ഞത്, അവിടെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താനുമായിട്ടുള്ള ബന്ധുത്വം വഴിയാണ് ഈ കോൺട്രാക്റ്റ് എന്ന രീതിയിലത്തേക്കുള്ള സംശയം ആൾക്കാരിൽ ബലപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് CPMൻ്റെ ജില്ലാ ഘടകങ്ങളിൽ വരെ ഈ വിഷയം ഉൾപ്പെടെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉണ്ടാകുന്നത്. നമ്മുടെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന സമയത്ത് നമ്മളെ ചീത്ത വിളിച്ചിരുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അതല്ല പ്രശ്നമാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ സമയത്ത് ചോദ്യം ചെയ്യുന്നത്. അത് ചോദിക്കണ്ടേ? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നല്ല മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അദ്ദേഹം പ്രതികാര നടപടി എന്നോണം അദ്ദേഹം അറിയാതെയാണോ ഈ 2 ഓഫീസർമാർ, IAS ഓഫീസർമാർ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവർക്കെതിരെ റിപ്പീറ്റഡ് ആക്ഷൻസ് എടുത്തത്? നിങ്ങളൊരു കെയർ ടേക്കർ സർക്കാർ ആയിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ മാൻഡേറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നെങ്കിലും നിങ്ങൾ അറിയണ്ടേ? കേരളത്തിൽ ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ നടക്കും. ഇലക്ഷൻ ദിവസം വോട്ട് പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സാങ്കേതികത്വം മാത്രമാണ് ആ പെട്ടി പൊട്ടിക്കുക. ആൾക്കാർ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾ കാവൽ സർക്കാരായിട്ട് തുടരുകയാണ് പുതിയ സർക്കാർ വരുന്നത് വരെ. അതുകൊണ്ട് നിങ്ങൾ പുതിയ പോളിസി ഒന്നും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ സമയത്തും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ ആക്ഷൻ എടുക്കുകയാണ്. എന്ത് അധികാരം? അതായത് ആ പെട്ടിയിൽ കിടക്കുന്ന വോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്നേ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ മാൻഡേറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇല്ലാത്ത മാൻഡേറ്റ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഈ ബേട്ടൺ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കെയർ ടേക്കർ സർക്കാർ എന്ന രീതിയിൽ ആ സമയം വരെ പ്രവർത്തിക്കുന്ന സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ വീണ്ടും അശോകനെതിരെ നടപടിയെടുക്കുന്നു, നിങ്ങൾ വീണ്ടും പ്രശാന്തിനെതിരെ നടപടിയെടുക്കുന്നു. അതെന്ത് പരിപാടിയാവേ? എന്ന് വെച്ചാൽ അധികാര ദുർവിനിയോഗം, അമിതാധികാര പ്രയോഗം എന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് നടത്തിയിരിക്കുന്ന ഒരാളൊരു നല്ല മുഖ്യമന്ത്രിയേ അല്ല.
അക്കാര്യത്തിൽ ഡൗട്ടില്ല. അദ്ദേഹത്തിന് വേറെ ക്വാളിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് വേറെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇല്ല. അതിന് പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ടെല്ലാം സർക്കാരിൻ്റെ അല്ല, സർക്കാരിൻ്റെ പല പദ്ധതികൾ ചേർത്തിട്ട് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ ഉൾപ്പെടെ കേന്ദ്രം കൊടുക്കുന്ന പണം ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആൾക്കാർക്ക് ഈ വീട് വെക്കാനായിട്ട് പണം കൊടുക്കുന്നത്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് പോയില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ലൈഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ടിലും കേസില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ വരാം. ഒന്നുകിൽ ഇദ്ദേഹത്തിനും അറിയാമായിരുന്നു, ഇനി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കഴിവുകെട്ടവനാണെന്നല്ലേ അർത്ഥം. എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ഈ ഇടപാടുകളെല്ലാം ചെയ്തിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? അപ്പോൾ രണ്ടാണെങ്കിലും പ്രശ്നമാണ്. രണ്ടാമത്തേത് ലെസർ ഈവിളാണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. എനിക്ക് കഴിവില്ലായിരുന്നു സാർ, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അപ്പോഴും നമ്മുടെ ആ ചോദ്യം എന്താ, നല്ല മുഖ്യമന്ത്രിയാണോ എന്ന്. കഴിവില്ലാത്ത ആളെങ്ങനെ മുഖ്യമന്ത്രിയാവുന്നു? അത് ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ ആൾക്കാർ സൈബർ അറ്റാക്ക് ചെയ്യും, നമ്മളെ വന്ന് ചീത്ത വിളിക്കും, നമ്മളെ ബഹിഷ്കരിക്കും, ഇതൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടേ. ഇപ്പോൾ CPM പല ജില്ലാ കമ്മിറ്റികളിലും ഘടകങ്ങളിൽ നിന്നിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്ന പിണറായി വിജയനെയും MP ഗോവിന്ദനെയാണ്. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വർത്തമാനങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.